തൃശൂർ പാറളം അമ്മാട് സെന്റ് ആന്റണീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ട് മുറ്റത്ത് കഴിഞ്ഞ ദിവസം പൊടിച്ചുഴലി കാണുകയുണ്ടായി. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട്. എന്താണ് ഈ പൊടിച്ചുഴലിക്കാറ്റ്? ഇത് പ്രകൃതിയുടെ പ്രതിഭാസമാണോ അല്ലെങ്കിൽ പ്രകൃതിയുടെ മുന്നറിയിപ്പാണോ തുടങ്ങിയ ഒട്ടനവധി ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. ആദ്യം അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. പൊടിച്ചുഴലി, ഇംഗ്ലീഷിൽ ഇതിനെ ഡസ്റ്റ് ഡബിൾ എന്നാണ് പറയുന്നത്. പൊതുവെ അമേരിക്കയിലും അമേരിക്കൻ ഉപഭൂഖണ്ഡത്തിലുമാണ് ഈ പൊടിച്ചുഴലി കാണുന്നത്. എന്നാൽ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിനു പിന്നാലെ ചില ആളുകൾ അതിന് താഴെ കമന്റായി രേഖപ്പെടുത്തിയത് ഇതൊക്കെ പണ്ട് കാലത്ത് ഗ്രൗണ്ടിലൊക്കെ കളിക്കാൻ പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്നും, എന്നാൽ അന്ന് മൊബൈലിൽ പകർത്താൻ കഴിയാത്തതുകൊണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് അതൊരു പ്രതിഭാസമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പലരും ഈ വീഡിയോയ്ക്ക് താഴെ പങ്കുവെക്കുന്ന കമന്റ്. അത് ശരിയാണ്. പഴയ ആളുകൾക്ക് ഇത്തരത്തിൽ നിരവധി തവണ അവർ ഗ്രൗണ്ടിൽ കളിക്കുമ്പോഴും അല്ലെങ്കിൽ ഗ്രൗണ്ടിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഇത്തരത്തിൽ പൊടിച്ചുഴൽ കാണുന്നുണ്ട്. ഇത് ഭൂമിയുടെ ഉപരിതലത്തിലെ കുറഞ്ഞ താപനിലയിലുള്ള വായു കൂടിയ താപനിലയിലെ വായുവിലേക്ക് സ്തൂപാകൃതിയിൽ പോകുമ്പോഴുണ്ടാകുന്ന പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വെബ്സൈറ്റുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് ചൂട് കൂടുന്നതിനുള്ള ഒരു സൂചനയാണ് എന്നുള്ളതാണ് പല വെബ്സൈറ്റുകളും രേഖപ്പെടുത്തുന്നത്. അതിനെ ശരിവെക്കുന്ന കാലാവസ്ഥാ റിപ്പോർട്ടുകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വരുന്നത്. കേരളത്തിൽ പൊതുവെ ഇപ്പോൾ വരണ്ട കാലാവസ്ഥയാണ്. വരും ദിവസങ്ങളിൽ ഈ ചൂട് വർദ്ധിക്കാം എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കൂടാതെ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള വെയിലുകൾ പരമാവധി കൊള്ളാതെ നോക്കണമെന്നുള്ള മുന്നറിയിപ്പ് അടക്കമുണ്ട്. കൂടാതെ ചായ, മദ്യം തുടങ്ങിയ വസ്തുക്കൾ പകൽ സമയത്ത് ഒഴിവാക്കണമെന്നും, കൂടാതെ കൂടുതൽ പഴങ്ങളും കൂടുതൽ വെള്ളവും, അതായത് ദാഹമില്ലാത്തപ്പോൾ പോലും വെള്ളം കൂടുതലായും ഉപയോഗിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശമുണ്ട്. ഇത്തരത്തിൽ കേരളത്തിൽ വലിയ രീതിയിൽ ചൂട് കനക്കും എന്നുള്ളതിൻ്റെ പ്രകൃതിയുടെ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ പൊടിച്ചുഴലിക്കാറ്റ് എന്നുള്ളതാണ് ചില വെബ്സൈറ്റുകളും ചില സോഷ്യൽ മീഡിയയും നമുക്ക് നൽകുന്ന വിശദീകരണം. ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെബ്സൈറ്റുകൾ പറയുന്നത് പൊതുവെ കേരളത്തിൽ ഇത്തരത്തിലുള്ള പൊടിച്ചുഴൽ, അതായത് ഡസ്റ്റ് ഡബിൾ എന്ന് പറയുന്നത് പതിവായിട്ടുള്ള ഒരു സംഭവമല്ല. എങ്കിൽ പോലും ഈ ഫെബ്രുവരിയിൽ തൃപ്പണിത്തുറയിൽ ഇത്തരത്തിൽ പൊടിച്ചുഴലി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ തിരുവനന്തപുരത്തടക്കം ഈ പൊടിച്ചുഴലി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും കേരളത്തിൽ പതിവല്ല എന്ന് പറയാനുള്ള കാരണം അമേരിക്കയടക്കമുള്ള അമേരിക്കൻ ഉപഭൂഖണ്ഡത്തിൽ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ഡസ്റ്റ് ഡബിൾ കാണപ്പെടുന്നുണ്ട്. കൂടാതെ അവിടെ അതിശൈത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധ്രുവച്ചുഴലിയും ഒക്കെ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ച് ഇത് പതിവുള്ള കാര്യമല്ല. എങ്കിലും പ്രകൃതിയുടെ ഒരു മുന്നറിയിപ്പായി തന്നെയാണ് ചില കാലാവസ്ഥാ വെബ്സൈറ്റുകൾ ഇതിനെ കാണുന്നത്. വലിയ രീതിയിലുള്ള ചൂട് കേരളത്തിൽ വരാനിരിക്കുന്നു എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പാണ് ഇതെന്നും ചില വെബ്സൈറ്റുകൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.